കുട്ടനാടൻ പെൺകിളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അപ്പൂനെയാണ് കാണിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ ഞാനും അപ്പും കൂടി പാടത്തോട്ട് നോക്കിയിരിക്കുക. അവന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവനും ആൻഡ്രു ഒക്കെ കണ്ടെത്തി കളിയാണ്. ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ വിചാരിച്ച് കണ്ടത്തിൽ ഇറങ്ങി പോവായിരിക്കുമെന്ന്. ഈ ചാല് നേരത്തെ കുറച്ച് നാളായിട്ടില്ലായിരുന്നു. മട വീണതിന് ശേഷം ആ ചാലൊക്കെ മൂടിപ്പോയി. ഇപ്പം ഈ ചേട്ടന്മാർ വന്നിട്ട് അത് വൃത്തിയാക്കിയത്. ഞാൻ നോക്കുമ്പോൾ ഒരുത്തൻ താഴോട്ട് ഇറങ്ങിപ്പോകുന്നു. അവൻ കണ്ടത്തിലിറങ്ങാൻ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആൾ അവിടെയൊക്കെ നടന്നിട്ട് അവസാനം ആ ചാലിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്തങ്ങ് കിടന്ന്. ഇവർക്ക് പിന്നെ കളിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെള്ളമായതുകൊണ്ട് പാടം കൊയ്ത്ത് കഴിയുമ്പോഴാണ് ഇവർ കണ്ടത്തിലൊക്കെ കളിക്കാൻ പോകണം. പിന്നെ വെള്ളം കയറ്റിക്കഴിഞ്ഞാലും അവർക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല. അവൻ അവിടെ കിടന്നു. ഞാൻ നോക്കുമ്പോൾ അവൻ കണ്ടത്തിൽ ഇറങ്ങുന്ന കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൻ അവിടെ കിടന്നു. ഞാനത് കഴിഞ്ഞപ്പോൾ പാടത്തോട്ട് ഇറങ്ങാൻ പോയി. അപ്പോഴേക്കും അവിടെ കിടന്ന് എനിക്കൊരു ബോൾ കിട്ടി. അതോടൊപ്പം എനിക്ക് പണ്ടത്തെ ഓർമ്മയൊക്കെ, പണ്ട് ഈ ചാലിൽ നിന്നൊക്കെ നമ്മൾ ഊപ്പേനെയൊക്കെ പിടിക്കുമായിരുന്നു. പിന്നെ ഇതുപോലെ ബോളൊക്കെ കിട്ടുവാണെങ്കിൽ കണ്ടത്തിൽ ഇത് എന്നാണ് ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുമായിരുന്നു. ഇവിടെ ഒരു ചെറിയ പാലം ആ ചേട്ടന്മാരിട്ടിട്ടുണ്ട്. അതിൽ കൂടി ഞാൻ ഇറങ്ങി പാടത്തിറങ്ങി. ഞാൻ ഇറങ്ങുന്നതിൻ്റെപ്പോൾ ഒരാളും ആ പാലത്തെ കൂടി കയറിക്കും. അവനെ ഞാൻ ആ ബോൾ മണപ്പിച്ചിട്ട് ബോൾ എറിയുമ്പോൾ അവൻ അതിൻ്റെ പുറകെ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ പോയില്ല. പിന്നെ ഇത് നേരത്തെ ഉണ്ടാക്കിയ ചാലാണ്. ഇത് 2 ചാലുണ്ട് ഇപ്പം. ഇത് കരഭാഗമാണ്. ഇവിടുത്തെ കരകമെല്ലാം തീ വെച്ച് കത്തിച്ച് കളഞ്ഞ്. ഒരാളവിടെ കിടന്ന്. അവന് കണ്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിടപ്പാണ്. ഇവിടെ നിന്ന് കരയിലോട്ട് നോക്കുമ്പോഴേക്കും ഒരു മരം കാണാം. അത് ഇവിടെ നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. അന്ന് തൊട്ട് ആ മരം അവിടെ ഉണ്ട്. ഇപ്പുറത്തേക്കുന്ന വട്ടയില ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. വട്ടയില എന്ന് പറയുന്ന ആ മരമാണ്. വട്ടയില ഇലയുള്ളൊരു മരം. അവിടെ നിന്ന് ഒരാൾ നോക്കുന്നുണ്ട്, ആൻഡ്രു. അവനും ഇറങ്ങി വരാൻ വേണ്ടി നിൽക്കുക. ഇപ്പം അങ്ങോട്ട് കാണിക്കുന്നതിൻ്റെ അതാണ് എൻ്റെ വീട്. അപ്പുറത്തവരുടെ വീടും കാണാൻ പറ്റും. 2 വീടേ ഉള്ളൂ. ഇതാ വട്ടയില. ഇതിനകത്തായിരുന്നു ഞാൻ മറ്റേ മൂക്കട്ടപ്പഴം കാണിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഇവിടെ തീയിട്ട് കരിച്ചപ്പോൾ പോയി. പിന്നെ ഈ ഒരു മരത്തിൽ ഒരു ചെറിയ കായുണ്ട്. അത് കാക്കയൊക്കെ കൊത്തി തൊണ്ണാനാണ്. അക്കരയിൽ ഗസ്റ്റിനൊക്കെ വരുന്ന ഗസ്റ്റിന് കരിക്കൊക്കെ പെറ്റി കൊടുത്തിട്ട് അത് ഇവിടെ കൊണ്ടായിടണം. നമ്മൾ ഇതെടുത്ത് തീയൊക്കെ കത്തിക്കും. ഇപ്പം വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ടാവും. ഇപ്പം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നത് കാണാൻ പറ്റും പാടത്തിലോട്ട് നോക്കിയിരുന്ന. വൈകുന്നേരം 6:45 ഞാൻ എൻ്റെ വീണ്ടും മുകളിൽ കയറും. എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ആളിപ്പോൾ വരത്തില്ല. നമ്മൾ തുണിയൊക്കെ വീണ്ടും മുകളിലാണ് വിരിച്ചിരുന്നത്. ഇവിടെ വിരിച്ചിട്ടാൽ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ കണിക്കൊന്നയും ബോഗൺവില്ലയൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ കുറച്ച് നേരം ഇരിക്കും ഞാൻ. ഈ സമയമാകുമ്പോൾ തന്നെ ചന്ദ്രനൊക്കെ ഉദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം കായലിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു പാർക്ക് നിൽപ്പുണ്ട് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ. ഞാനിവിടെ ഇരിക്കുന്ന കൂടുതലും ചന്ദ്രനെ നോക്കാൻ വേണ്ടിയാണ്. കുറച്ചുകൂടി രാത്രിയാകുമ്പോൾ നല്ല രസമാണ്. നല്ല രീതിക്ക് കാണാൻ പറ്റും. എൻ്റെ വീടിൻ്റെ മുന്നിൽ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത് ചെടിയെല്ലാം വളർത്താൻ വേണ്ടിയാണ്. ഇപ്പം ചന്ദ്രനെ നല്ല രീതിക്ക് കാണാം. ഇനിയും ഇത്തിരിയും കൂടി ഇരുട്ടുമ്പോൾ അതിലും നന്നായിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.